വ്രതം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നഖരോമങ്ങളെ ഒന്നും മുറിക്കാൻ പാടില്ല, അമംഗളമായ വസ്തുക്കളെ സ്പർശിക്കാൻ പാടില്ല, ദുഷ്ടജനങ്ങളെ കാണാനോ സംസാരിക്കാനോ പാടില്ല, അധിക സമയം വെള്ളത്തിൽ തുടിച്ച് കുളിക്കാൻ പാടില്ല, അധിക സമയം കിടന്നുറങ്ങാൻ പാടില്ല, അധിക സമയം ഭക്ഷണം കഴിച്ചിരിക്കാൻ പാടില്ല, സന്ധ്യാസമയത്ത് നാമം ജപിക്കണം. ഇങ്ങനെ ഒരു 32ഓളം നിയമങ്ങൾ എഴുതി കൊടുത്തു. 32 കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ എന്തായാലും ഒന്ന് തെറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ദിതീദേവിയാണെങ്കിലോ ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ചിട്ട് തുടങ്ങി വ്രതം. നിയമങ്ങൾ തെറ്റണില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയും തോറും, ഓരോ മാസം കഴിയും തോറും ദിതിയുടെ ഗർഭം എന്തെന്നില്ലാത്ത തേജസ്സോടുകൂടി വളരാൻ തുടങ്ങി. ദേവേന്ദ്രൻ ഈ വാർത്തയറിഞ്ഞു. അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ വല്ലാത്തൊരു കാര്യമായിപ്പോയി ചെയ്തു പോയത്. അപ്പോൾ പറഞ്ഞു, എന്താ ചെയ്യുക, ഞാൻ അവൾ സന്തോഷിച്ച് വന്നപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോയതാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതിലേതെങ്കിലും ഒരു നിയമം തെറ്റിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. ഇന്ദ്രൻ എന്ത് ചെയ്തു, ഒരു ചെറിയ കുട്ടിയായിട്ട്, ഒരു ബാലകനായിട്ട് വേഷം ധരിച്ച് ഈ ദിതിയുടെ ആശ്രമത്തിലേക്ക് കയറി കുറച്ച് ഭക്ഷണം തരുമെന്ന് ചോദിച്ചു. ദിതിദേവിക്ക് കുറച്ച് കാരുണ്യമൊക്കെ തോന്നി. ഭക്ഷണം കൊടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ അനാഥനാണ്, ജോലിയും കൂലിയൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ ഇവിടെ സഹായിക്കാൻ നിൽക്കാം. അപ്പോൾ ദിതിദേവി പറഞ്ഞു, ഇവിടെ പണിയൊന്നുമില്ല. അല്ല, ശമ്പളം വേണ്ട, എന്നാൽ പിന്നെ പണിയുണ്ട്. ദിതിദേവിക്ക് തോന്നി, കാരണം 6-7 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗർഭകാലത്തിൻ്റെ കുറേ ആലസ്യങ്ങൾ കൊണ്ട് ഈ 32 നിയമമൊന്നും ഓർമ്മ കിട്ടണില്ല ചിലപ്പോൾ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ കുട്ടിയെ ഇവിടെ നിർത്തിയാൽ ഇവൻ നോക്കുമല്ലോ നിയമങ്ങളൊക്കെ. പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വ്രതം ആരംഭിച്ചിട്ടുണ്ട്, അപ്പം നീ ഇവിടെ നിൽക്കൂ, ഒരു കാര്യം ചെയ്യൂ, ഈ കടലാസ് നിൻ്റെ കയ്യിൽ വെച്ചോളൂ, നിയമങ്ങൾ എഴുതിയതാണ്, ദിവസവും നോക്കണം എന്തിന്, തെറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാനും അതന്നെയാണ് നോക്കുന്നത്, തെറ്റുന്നുണ്ടോ എന്ന്. അങ്ങനെ തുടങ്ങി വ്രതങ്ങൾ. ഓരോ മാസവും അങ്ങനെ കഴിഞ്ഞു. 7-ാം മാസം 8-ാം മാസം 9-ാം മാസമൊക്കെ ആകുമ്പോഴേക്കും കൃത്തികാഗ്നേരിവജ്വലം അല്ലേ, ആ ദിതിയുടെ ഗർഭം എന്താ അതിതേജസ്സുള്ളതായ നക്ഷത്രം പോലെയൊക്കെ അങ്ങനെ ജ്വലിക്കാൻ തുടങ്ങി. ഇന്ദ്രന് നോക്കാൻ പേടിയാ. എന്തേ, അതിൻ്റെ ഉള്ളിൽ വളരണതാരാ, തന്നെ കൊല്ലാൻ പോണ ആളാ. ദിതിയാണെങ്കിൽ നിയമമൊന്നും തെറ്റിക്കണമില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സന്ധ്യാസമയത്ത് ദിതിദേവി അങ്ങനെ നാമം ജപിച്ച് ചാരിയിരുന്ന് ഉറങ്ങിപ്പോയി. ഇത് തന്നെ ചാൻസ്. ഇന്ദ്രൻ ദിതിയുടെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടി തൻ്റെ യോഗസിദ്ധി കൊണ്ട് ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. നോക്കുമ്പോൾ കനകപ്രഭം, സ്വർണം പോലെയുള്ള ഒരു കുട്ടി. എന്തൊരു സുന്ദരനാ. ആദ്യം നോക്കിയപ്പോൾ സുന്ദരൻ എന്നൊക്കെ തോന്നി, പിന്നെ ആലോചിച്ചു എന്നെ കൊല്ലാൻ പോണ ആളാ, സൗന്ദര്യം നോക്കി നിൽക്കാൻ പറ്റുമോ. വജ്രായുധെടുത്തിട്ട് വെട്ടി 7 കഷ്ണമായി. 7ഉം ജീവിച്ചപ്പോൾ വീണ്ടും വെട്ടി 49. ഇന്ദ്രനടക്കം 50 ആളും കൂടി അതിൻ്റെ ഉള്ളിൽ സ്ഥലമില്ലാണ്ട് പുറത്തേക്ക് വീണു. എല്ലാവരും വലിപ്പം വെച്ചു. 50 ആൾക്കാർ നിരനിരയായിട്ട് നിൽക്കുക. ദിതിദേവി ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ ബോധം വന്ന് കണ്ണു തുറന്നപ്പോൾ 50 ആൾക്കാർ നീളത്തിൽ നിൽക്കുന്നുണ്ട്. അതിൽ അങ്ങേ അറ്റത്തുള്ള ആളെ കണ്ടപ്പോൾ ഒരു സംശയം, ഇന്ദ്രനാണോ? വിളിച്ചു, നീ ഇങ്ങ് വരൂ, നീ ആരാ? അപ്പം പറഞ്ഞു, ഞാനിവിടെ നേരത്തെ സഹായിക്കാൻ വന്നിരുന്നില്ലേ, ആ കുട്ടിയാ. നീ ഇന്ദ്രനല്ലേ? അതെ. അമ്മേന്ന് വിളിച്ചു. ആ വിളി കേട്ടപ്പോൾ ദിതിദേവിക്ക് ദേഷ്യം വരണമെന്നുണ്ട്, പക്ഷെ ദേഷ്യം വരണില്ല. എന്തേ? ശ്രീനിവാസാനുകമ്പയ. കുറച്ചു കാലം ഗുരുവായൂരപ്പനെ നാമം ജപിച്ച് സേവിച്ചപ്പോൾ അസുരമാതാവായ ദിതിയുടെ അസുരികത പോലും പോയിന്ന്. ദിതിദേവി ചോദിച്ചു, നീ എൻ്റെ കുട്ടികളെ കൊല്ലില്ലേ? കൊല്ലില്ല, അവരൊക്കെ എൻ്റെ സഹോദരന്മാരല്ലേ, അതുകൊണ്ട് അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവരെ അമൃത് കൊടുത്ത് ദേവന്മാരാക്കാമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവർക്ക് 49 ആൾക്കാർക്കും അമൃതിനെ കൊടുത്ത് മരുത്തുക്കൾ എന്ന പേരിൽ ദേവഭാവത്തിലേക്ക് ഉയർത്തിയെന്നാണ്. അപ്പോൾ എന്താ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്നാണെങ്കിൽ, ഉള്ളിൽ പലവിധത്തിലുള്ളതായ ആസുരികതയുണ്ടെങ്കിൽ അതൊക്കെ ഈശ്വര സേവ കൊണ്ട് നീക്കാനായിട്ട് സാധിക്കും. അസുരമാതാവായ ദിതിദേവിക്ക് എത്രയോ വലിയ ശത്രുവായിരുന്നു ഇന്ദ്രൻ. എന്നാൽ ഭഗവാനെ സേവിച്ചപ്പോൾ ആ ശത്രുത ഇല്ലാണ്ടായി, ശത്രുക്കളും ഇല്ലാണ്ടായി എന്ന് കാട്ടിത്തരുന്നതായ ആ മരുതുൽപ്പത്തി എന്ന പ്രകരണത്തോടെ പോഷണം എന്ന കാരുണ്യ ലീലകളെ കുറിക്കുന്ന 6-ാം സ്കന്ധം സമർപ്പിച്ച് പിന്നീട് 7-ാം സ്കന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. സപ്തമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സപ്തമസ്കന്ധത്തിൻ്റെ ലക്ഷണം ഊതി എന്നുള്ളതാണ്. ഊതി എന്ന് വെച്ചാൽ
ആ ഊതലല്ല, ഊതയ കർമ്മവാസന അല്ലേ. ഊതി എന്ന് പറഞ്ഞാൽ കർമ്മവാസന എന്നർത്ഥം. എന്താ കർമ്മവാസന എന്ന് പറഞ്ഞാൽ? ഊതി എന്ന് വെച്ചാൽ കർമ്മവാസന എന്നർത്ഥം. കർമ്മവാസന എന്ന് വെച്ചാൽ എന്താ? ഇതൊക്കെ പറയാനല്ലേ നിങ്ങളെ മൈക്കും തന്ന ഇവിടെ ഇരുത്തിയത്. അപ്പോൾ കർമ്മവാസന എന്ന് വെച്ചാൽ മറ്റുള്ള വാസനകൾ പോലെ മാറ്റാൻ പറ്റാത്ത ഒരു വാസനയാണ് എന്ത്? കർമ്മവാസന. അതായത് നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിൻ്റെ മൂലസ്ഥാനമാണ് കർമ്മവാസന. നമ്മളൊക്കെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ. നമ്മളെല്ലാവരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. നമ്മളുടെ സ്വഭാവം വ്യത്യസ്തം എന്നുള്ളത് പോട്ടെ, ഒരേ അച്ഛനമ്മമാരുടെ 2 കുട്ടികളുടെ സ്വഭാവം വ്യത്യസ്തമാവണം. അപ്പോൾ അതെങ്ങനെയാണ്? ഈ സ്വഭാവം ഇവിടുന്ന് വ്യത്യസ്തമാവണത് എങ്ങനെയാണ്? സ്വഭാവം, ഈ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ നല്ലത്, ചീത്ത, സുഖം, ദുഃഖം ഒക്കെ തീരുമാനിക്കുന്നത് അല്ലേ. എല്ലാവരും നല്ല സിനിമ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടോ? ആലോചിച്ച് നോക്കൂ. എല്ലാവരും നല്ല പാട്ട് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടോ? എല്ലാവരും നല്ല വാസന എന്ന് പറഞ്ഞൊരു ചന്ദനത്തിരി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരേ കാര്യം തന്നെ ചിലർക്ക് സുഖം, ചിലർക്ക് ദുഃഖം, ചിലർക്ക് നല്ലത്, ചിലർക്ക് മോശം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വ്യത്യസ്തത എവിടുന്നാണ് ഉണ്ടാവണത്? അതിനെയാണ് കർമ്മവാസന എന്ന ഭാഗം കൊണ്ട് ഭാഗവതം ചിന്തിക്കുന്നത്. സദാ സൽക്കർമ്മങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ രൂഢമായ ഒരു സംസ്കാരം സദ്വാസന എന്ന ഭാവത്തിൽ നമ്മുടെ ഉള്ളിൽ നിറയും. ഈ സദ്വാസന പുറത്തേക്ക് സത് സ്വഭാവമായിട്ട് പ്രതിഫലിക്കും. ദുഷ്കർമ്മങ്ങൾ ധാരാളം ചെയ്താലോ, ചെയ്യുന്ന ഈ ദുഷ്കർമ്മങ്ങളുടെ ഒരു സംസ്കാരം ദുർവാസന എന്ന പേരിൽ നമ്മുടെ ഉള്ളിൽ നിറയും. ദുർവാസന പുറത്തേക്ക് ദുസ്വഭാവമായിട്ട് പ്രതിഫലിക്കും. അപ്പോൾ ഈ കർമ്മവാസനയ്ക്കനുസരിച്ചിട്ടാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ വ്യത്യസ്തത എന്നുണ്ടെങ്കിൽ, സ്വഭാവം നേരെയാവണമെങ്കിൽ കർമ്മവാസന മാറണം. കർമ്മവാസന മാറണമെങ്കിൽ കർമ്മം ശുദ്ധമാവണം. അത്തരത്തിൽ ശുദ്ധമായ സാത്വികമായ കർമ്മങ്ങളെ ചെയ്ത് ഉള്ളിൽ സദ്ഭക്തിയെ, സാത്വിക ഭക്തിയെ വളർത്തിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു ഭക്തന് ഭഗവാന്റെ അനുഗ്രഹം അത് എവിടെയും പോകേണ്ടതില്ല. എവിടെയുണ്ടോ അവിടെ അവിടെ അനുഭവിക്കാം. എന്നാൽ ഉള്ളിൽ ദുർവാസന നിറയാണ് വിചാരിക്കുക, അയാൾക്ക് പിന്നെ വൈകുണ്ഠത്തിലെത്തിയാലും ഭഗവാനെ കാണാൻ സാധിക്കില്ലേ. അപ്പോൾ സദ്വാസന ഉള്ളിൽ നിറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം എവിടെയുണ്ടോ എന്നല്ല, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടോ എന്നാലേ നമ്മളുള്ളൂ.